ഇന്നത്തെ ചാപ്റ്റർ വാട്ട് ആനിമൽസ് ഈറ്റ്. മൃഗങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുക, മൃഗങ്ങളുടെ ഭക്ഷണം എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരെ പോലെ മൃഗങ്ങൾക്കും ഈ ലോകത്ത് ഭക്ഷണം ആവശ്യമാണ്. ഭക്ഷണവും വെള്ളവും. ഇവിടെ ഭക്ഷണത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, ആനിമൽസ് ഓൾസോ നീഡ് ഫുഡ് ടു ലിവ്, grow and be healthy. Different animals eat different types of food. ഓരോ മൃഗങ്ങൾക്കും ഭക്ഷണം വ്യത്യസ്ത തരമാണ്. പിന്നെ ഇവിടെ പറയുന്ന പ്ലാന്റ് ഈറ്റേഴ്സ് ഉണ്ട്, പുല്ല് മാത്രം കഴിക്കുന്ന ജീവികൾ, മൃഗങ്ങൾ. ആ പ്ലാന്റ് ഈറ്റേഴ്സിന് എന്താ പറയുക, വേറൊരു പേരുണ്ട്, ഹെർബിവോറസ്. ആ വാക്ക് ആലോചിച്ചാൽ മതി, ഹെർബ് എന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ പ്ലാന്റ് എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്ലൂ ആലോചിച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഹെർബിവോറസ്, പ്ലാന്റ് ഈറ്റേഴ്സിന് പറയുന്ന പേര് ഹെർബിവോറസ് എന്നാണ്. ഈറ്റ് ഉള്ളി പ്ലാന്റ്സ്, അവർ പുല്ല് മാത്രമേ കഴിക്കുള്ളൂ, ചെടികളും പുല്ലും മാത്രമേ കഴിക്കുള്ളൂ. അത് ഏതൊക്കെ തരം മൃഗങ്ങളാണ്? ഗോട്ട്, ആട്, കൗ, പശു, ഡിയർ, റാബിറ്റ്, എലിഫൻറ്റ്. ഓക്കെ, പിന്നെ ഫ്ലഷ് ഈറ്റേഴ്സ് ഉണ്ട്, അവർ വരുന്ന കാർണിവോറസ് animals like flesh, like fox, tiger, lion, etc. ഫോക്സ് കുറുക്കൻ, ടൈഗർ നരി, പിന്നെ ലയൺ സിംഹം. ഇതൊക്കെയാണ് ഫ്ലഷ് കഴിക്കുന്ന, ഇറച്ചി കഴിക്കുന്ന ആൾക്കാർ. പിന്നെ കൊന്നിട്ടും പിടിച്ചിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. പിന്നെ സം ആനിമൽസ് ഈറ്റ് സീഡ്സ്, ഗ്രെയിൻസ് ലൈക്ക് പീജിൻ, ഹെൻ, സ്പാരോ, മൗസ്, എക്സെട്ര. ഈ ധാന്യങ്ങൾ കഴിക്കുന്ന ജീവജാലങ്ങൾ അതെന്തൊക്കെയാണ്? പക്ഷികൾ, പീജിൻ, ഹെൻ, കോഴി, സ്പാരോ, മൗസ്, എലി. പിന്നെ സം ആനിമൽസ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സും ആനിമൽസിനെയും കഴിക്കും. അത് ആനിമൽസ് ലൈക്ക് ബിയർ ആൻഡ് ക്രോ, കൊന്ന് കഴിക്കുന്നതും ചെടികളെ കഴിക്കുന്നതും കൂടിയായ പക്ഷികളും മൃഗങ്ങളും, അതായത് കാക്ക, ബിയർ, കരടി. സം ആനിമൽസ് ഈറ്റ് ഇൻസെക്ട്സ് ലൈക്ക് ഫ്രോഗ് ആൻഡ് ബാറ്റ്. ഇൻസെക്ട്സിനെ കൊന്നു കഴിക്കുന്ന ആൾക്കാർ, പാറ്റയെയൊക്കെ കൊന്നു കഴിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഫ്രോഗ്, തവള, ആൻഡ് ബാറ്റ്, വവ്വാൽ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ചാപ്റ്റർ എടുക്കാൻ എടുത്തത്. ക്ലിയർ ആണോ? അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ആനിമൽസ് ആൻഡ് ദെയർ ഹോംസ്, മൃഗങ്ങളും അവരുടെ വീടും, 20ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ മനുഷ്യരെ പോലെ മൃഗങ്ങൾക്കും എന്താ പറയുക, വീട് അത്യാവശ്യമാണ് അല്ലേ? നമ്മൾ മനുഷ്യന്മാർക്കും വീട് വേണ്ടേ? അതുപോലെ മൃഗങ്ങൾക്കും വേണം. അപ്പോൾ ഓൾ ആനിമൽസ് നീഡ് ടു പ്ലേസ് ടു ലിവിങ്. ദേ ലിവ് ഓൺ ലാൻഡിൽ നിലത്ത് താമസിക്കുന്ന ജീവികൾ, മൃഗങ്ങളുണ്ട്. ട്രീസിൻ്റെ മുകളിൽ ജീവിക്കുന്ന മൃഗങ്ങളുണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളും ഉണ്ട്. ആനിമൽസ് ലൈക്ക് ലയൺസ്, ഡോഗ്സ് ആൻഡ് കൗസ് ലിവ് ഓൺ ലാൻഡ്. എന്താ പറയുക, സിംഹവും നായും പശുക്കളും ഒക്കെ നിലത്താണ് ജീവിക്കുക, ലാൻഡിലാണ് ജീവിക്കുക, ഭൂമിയിലാണ് ജീവിക്കുക. ബേർഡ്സ് ലിവ് ഓൺ ട്രീസ്. ബേർഡ്സ്, പക്ഷികൾ എവിടെയാണ് ജീവിക്കുക? ട്രീസ്, നെസ്റ്റിലാണ് ജീവിക്കുക. മരത്തിൻ്റെ മുകളിൽ കൂട് കെട്ടിയിട്ടാണ് ജീവിക്കുക. ആനിമൽസ് ലൈക്ക് ഫ്രോഗ്, ഫിഷ് ആൻഡ് ടർട്ടിൽ ലിവ് ഇൻ വാട്ടർ. തവളയും മീനും ടർട്ടിലും ആമയും വെള്ളത്തിലാണ് ജീവിക്കുക. സം ആനിമൽസ് ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ലൈക്ക് ഫ്രോഗ്, ടോർട്ടോയിസ്, ക്രൊക്കഡൈൽ. നിലത്തും ഭൂമിയിലും വെള്ളത്തിലും കൂടിയും ജീവിക്കുന്ന കുറച്ച് ജീവജാലങ്ങളുണ്ട്. അവരേതൊക്കെയാണ്? ഫ്രോഗ്, തവള, ടോർട്ടോയിസ് ആൻഡ് ക്രൊക്കഡൈൽ. ആമി, മുതലി, തവളി. പിന്നെ അടുത്ത കാറ്റഗറി ഹെഡിങ് വൈൽഡ് ആനിമൽസ്, കാട്ടുമൃഗങ്ങൾ. കാട്ടുമൃഗങ്ങൾ എവിടെ ജീവിക്കുക? ആ പേര് തന്നെ ഉണ്ട് അല്ലേ, വൈൽഡ്, ജംഗിൾസ്, കാട്ടിലാണ് ജീവിക്കുക. സം ഓഫ് ദം മേക്ക് ദെയർ ഓൺ ഹോംസ്. ചില ജീവികൾ അവരുടെ സ്വന്തം വീടുകൾ അവർ തന്നെ ഉണ്ടാക്കിക്കോളും. ലയണിൻ്റെ വീടിൻ്റെ പേരെന്താ?
ലയൺ വൈൽഡ് ആനിമലാണ് അല്ലേ. ലയണിൻ്റെ വീടിൻ്റെ പേരെന്താ? ഡെൻ. ടൈഗറിൻ്റെ വീടിൻ്റെ പേരെന്താ? ഡെൻ. പിന്നെയോ ബെയറിൻ്റെ വീടിൻ്റെ പേരെന്താ? ഡെൻ. ഫോക്സിൻ്റെ വീടിൻ്റെ പേരെന്താ? ഡെൻ ആണ്. എലിഫൻറ്റിൻ്റെ വീടിൻ്റെ പേര് ഹാബിറ്റാറ്റ് എന്നാണ് പറയാം. ലയൺ ലിവ്സ് ഇൻ ഡെൻ. സ്പാരോ എവിടെയാ? കിളിയല്ലേ സ്പാരോ, അതെവിടെയാ? നെസ്റ്റിലാണ് അല്ലേ. റാബിറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ബറോ, BURROW. പാമ്പ് എവിടെയാണ് ജീവിക്കുക? ഹോൾ, HOLE. സ്പെല്ലിംഗ് മാറിപ്പോയത്. WHOLE എന്ന് പറയുമ്പോൾ മൊത്തം എന്നുള്ള ഹോളാണ്. ഇത് മാളമാണ്, ഹോൾ, HOLE. പാമ്പ് മാളത്തിലാണ് ജീവിക്കുക. പിന്നെ ഹ്യൂമൻസ് മേക്ക് സം ഹോം ഫോർ സം ആനിമൽസ്. നമ്മൾ മനുഷ്യന്മാർ മൃഗങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കും. അത് ഏതൊക്കെ മൃഗങ്ങൾക്കാണ്? കൗ എവിടെയാണ് ജീവിക്കുക? ഷെഡ് കെട്ടി കൊടുക്കും നമ്മൾ മനുഷ്യന്മാർ അല്ലേ, കൗവിന് ജീവിക്കാൻ വേണ്ടിയിട്ട്, പശുക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഡോഗ് ഈസ് കെപ്റ്റ് ഇൻ കെനൽ, KENNEL. സ്റ്റേബിൾ ആരുടെ വീടാണ്? ഹോഴ്സ്, കുതിരൻ്റെ വീട്. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. വൺ ആനിമൽ എന്നല്ല, അവിടെ ബേർഡ് എന്നാണ് വേണ്ടത്. പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. വൺ ബേർഡ് ലിവിങ് ഓൺ ട്രീസ്. ബേർഡ്സ് ലിവ് ഓൺ ട്രീസ് എന്നാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരേണ്ടത്. പിന്നെ വൺ ആനിമൽ ലിവിങ് ഇൻ എ ഷെഡിൽ ആരാണ് ജീവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു, കൗ, പശുക്കൾ. വൺ ആനിമൽ ലിവിങ് ഇൻ എ ബീഹൈവ്. തേനീച്ചക്കൂട്, തേനീച്ചയ്ക്ക് എന്താ പറയാൻ? ബീസ്, BEES, ബീസ്. ഹൈവിലാണ് തേനീച്ച ഉണ്ടാവുക, ബീഹൈവ് എന്ന് പറയും, തേനീച്ചക്കൂട്. രണ്ടാമത്തെ സെറ്റ്, മാച്ച് ദീസ് ആനിമൽസ് വിത്ത് ദെയർ ഹോംസ്. ഡോഗ് എവിടെയാണ്? കെനൽ. ഫിഷ് പോണ്ട്, റിവർ, ലേക്ക്. പിന്നെ അല്ലെങ്കിൽ ബൗൾ, നമ്മൾ എക്വേറിയം ഉണ്ടാവില്ലേ അത്. ഹോഴ്സ്, കുതിര എവിടെയാണ്? സ്റ്റേബിൾ. ലയൺ ഡെൻ. സ്പാരോ നെസ്റ്റ്. വേർ ഡു സ്നേക്സ് ലിവ്? ഹോൾ, മാളം, HOLE. പിന്നെ വേർ ഡു യു കീപ്പ് എ ഹോഴ്സ്? കുതിരനെ എവിടെയാണ് വെക്കുക? സ്റ്റേബിൾ. ഈ സ്ട്രേ ഡോഗ്സ് ഇല്ലേ, എന്താ പറയുക, ചെത്തല നായ്ക്കൾ, തെരുവ് നായ്ക്കൾ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ച്, പറഞ്ഞ മാറിപ്പോയതാണ്. തെരുവ് നായ്ക്കൾ, അവർക്ക് വീടിന് ആവശ്യമില്ല, അവർ റോട്ടിൽ കൂടെ ഇങ്ങനെ തെണ്ടി തങ്ങി നടന്നോളും. അടുത്ത ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി തന്നെയാണ്. ഡ്രോ യുവർ ഫേവറേറ്റ് ആനിമൽ ആൻഡ് കളർ ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനിമലിനെ വരയ്ക്കുക, എന്നിട്ട് കളർ ചെയ്യുക. ഓക്കെ, നോട്ട്ബുക്കിൽ വരച്ചാൽ മതി. പിന്നെ അടുത്ത ആക്ടിവിറ്റി പ്രൊജക്റ്റ് വർക്കാണ്. A4 സൈസ് പേപ്പറിൽ മേക്ക് എ ചാർട്ടിലാണ് ചാർട്ട് ഓഫ് ആനിമൽസ് ആൻഡ് ദിയർ ഹോംസ് ആൻഡ് പേസ്റ്റ് ദ പിക്ചേഴ്സ്. ഒട്ടിക്കാനാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ ഫൈൻഡ് സം ആൻഡ് ഹാവ് ഇറ്റ് ഇൻ യുവർ ക്ലാസ് റൂം. ഈ ചാർട്ടിൽ ആനിമൽസും അവരുടെ വീടും, ആനിമൽസിന് നേരെ അവരുടെ വീട് ഒട്ടിച്ചു കൊടുത്താൽ മതി, അവരെ പേസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, ഈ ചാർട്ട് പേപ്പർ എടുത്തിട്ട്. ഓക്കെ, ഇത് രണ്ടും നിങ്ങളുടെ ആക്ടിവിറ്റീസാണ്, പ്രൊജക്റ്റ് വർക്കാണ്. നോട്ടിൽ ഒന്ന് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആനിമലും അത് കളർ ചെയ്യാനും, പിന്നെ ചാർട്ട് പേപ്പറിൽ നിങ്ങളുടെ ആനിമൽസിൻ്റെ വീടും ആനിമൽസിൻ്റെ വീടും. ഓക്കെ, ഈ സൈഡിൽ ആനിമൽസിനെ ഒട്ടിക്കുക, ഈ സൈഡിൽ അവരുടെ വീട്, എന്നിട്ട് അടിയിൽ എഴുതും വേണം ഏതാണ് ആനിമൽ, ഏതാണ് അവരുടെ വീടിൻ്റെ പേര്. ഓക്കെ, ഇത് ഒട്ടിക്കുക ചാർട്ട് പേപ്പറിൽ. ഓക്കെ.